ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ വീഡിയോയിൽ ഫ്യൂച്ചറായിട്ടുള്ള ISROൻ്റെ എക്സ്പെരിമെൻ്റൽ വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ടെസ്റ്റിംഗ് ഫേസിലാണ് ഇത് കിടക്കുന്നത്. സ്പേസ് ട്രാവൽ കുറച്ചുകൂടി ചീപ്പറും കുറച്ചുകൂടി എഫിഷ്യൻറ്റുമായിട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ പ്രോഗ്രഷൻ സ്റ്റേജിലുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ വെഹിക്കിൾസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ RLV-TD ആണ്. RLV-TD എന്ന് പറയുന്നത് റീയൂസബിൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസ്. അതായത് നമ്മുടെ റോക്കറ്റിന് 2 ചിറകും കൂടി വെക്കുക, എന്നിട്ട് തിരിച്ച് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന പോലെ തന്നെ അത് തിരിച്ച് റൺവേയിൽ ലാൻഡ് ചെയ്യുക. ആ ഒരു സെറ്റപ്പാണ് RLV-TDക്കുള്ളത്. അതുവഴി എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോസ്റ്റ് ഉണ്ടല്ലേ, ഒരുപാട് ഫ്യൂവൽ, ഒരുപാട് സ്റ്റേജസിലൊക്കെയാണ് നമ്മളിത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ അഗാൻ ഈ പറയുന്ന സാധനം ലോഞ്ച് ചെയ്തു, അത് പോയി, അത് കഴിഞ്ഞു, പിന്നെ അതിനുശേഷം വീണ്ടും അടുത്തത് മാനുഫാക്ചർ ചെയ്യുന്നു. ദാറ്റ്സ് ഹൗ ദിസ് എൻ്റയർ പ്രോസസ് വർക്ക്സ്. പക്ഷേ അങ്ങനെ അല്ലാതെ ആ സാധനം പോയ സാധനം തന്നെ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ദെൻ ഒബ്വിയസ്ലി നമ്മുടെ ലോഞ്ച് കോസ്റ്റ് ഒരു 80% നമുക്ക് കുറച്ചുകൂടെ. സോ ദാറ്റ്സ് ഹൗ ദിസ് എൻ്റയർ തിങ് ഇസ് വർക്കിംഗ്. 2023-2024 പുഷ്പക് എന്നുള്ള പേരിൽ ഒരു ലാൻഡിങ് എക്സ്പെരിമെൻറ്റ് നമ്മൾ സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഇത് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്സിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. RLV-TD എന്ന് പറയുന്നത് അത് റീ എൻട്രി എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ തിരിച്ച് മേലോട്ട് പോയ ഓർബിറ്റിൽ പോയ സാധനം വീണ്ടും തിരിച്ചു വന്നിട്ട് എയ്റോപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് പോലെ ലാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് സ്ക്രാംജെറ്റ് ആണ്. വാട്ട് ഈസ് സ്ക്രാംജെറ്റ്? രാംജെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാം എന്ന് പറയുന്ന ഒരു ആടിൻ്റെ പേരാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോക്കറ്റ് എന്ന് പറയുന്ന സംഭവം ബേസിക്കലി കത്തണമെങ്കിൽ അതിന് തീ വേണമെങ്കിൽ അതിന് ഓക്സിജൻ വേണം. പക്ഷേ ഓക്സിജൻ സ്പേസിൽ പോകുമ്പോൾ ഉണ്ടാവില്ല. സോ ഇവരൊരു ഓക്സിഡൈസർ ടാങ്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓക്സിജൻ ക്യാരി ചെയ്തിട്ട് വേണം ഈ റോക്കറ്റ്സിന് പോകാനായിട്ട്. പക്ഷേ ഈ പറയുന്ന റാംജെറ്റും സ്ക്രാംജെറ്റിനൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി എയറിനെ ബ്രീത്ത് ഇൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കമ്പഷൻ നടത്തിയിട്ട് തീ ഉണ്ടാക്കിയിട്ട് ആ ഫ്യൂവൽ വെച്ചിട്ടാണ് അവർ പോവുക. സോ ദാറ്റ്സ് ഹൗ ദിസ് എൻ്റയർ തിങ് ഇസ് വർക്കിംഗ്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ശരിക്കും വർക്ക് ചെയ്യുന്നത്. അതിനൊരു യൂണിറ്റ് ഉണ്ട്, മാക്ക് എന്നാണ് അതിൻ്റെ പേര്. ഈ മാക്ക് <1 ആണെങ്കിൽ അത് സബ്സോണിക് സ്പീഡാണ്. അല്ല മാക്ക് 1-നും 5-നും ഇടയിലാണ് കിടക്കുന്നതെങ്കിൽ ദെൻ ദാറ്റ്സ് സൂപ്പർസോണിക്. 5-ന് മേലെയാണ് 6+ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിന് ഹൈപ്പർസോണിക് എന്നാണ് പറയുക. അപ്പോൾ ഈ റാംജെറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സബ്സോണിക് സ്പീഡിലേക്ക് കുറച്ചിട്ട് കമ്പഷൻ നടത്തും. ആക്ച്വലി അത് പോകുന്നത് സൂപ്പർസോണിക് സ്പീഡിലായിരിക്കും പോവുക. പക്ഷേ സൂപ്പർസോണിക് സ്പീഡിൽ പോയിട്ട് കമ്പഷൻ നടക്കണമെങ്കിൽ അത് സബ്സോണിക്ക് താഴ്ത്തും, എന്നിട്ട് അതിന് കമ്പഷൻ നടത്തും. അതേ റാംജെറ്റിനെ ഹൈപ്പർസോണിക്കിലേക്ക് ഓടിച്ചിട്ട് ആൻഡ് ഫൈനലി എന്താ ചെയ്യുന്നത്, സൂപ്പർസോണിക്കിൽ കത്തിക്കുന്ന ഒരു പരിപാടിയാണ് സ്ക്രാംജെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻ്റയർ ഫ്ലൈറ്റിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവർ ഓക്സിജന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബ്രീത്ത് ചെയ്തിട്ട് ദാറ്റ്സ് ഹൗ ദ എൻ്റയർ ഈ പറയുന്ന പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. ഇതുവഴി റോക്കറ്റ് നല്ല രീതിക്ക് ലൈറ്ററാവും. കാരണം ഈ പറയുന്ന ഓക്സിഡൈസർ സംഭവങ്ങളൊന്നും എടുത്തിട്ടല്ലാതെ പോകുന്നത്, വളരെ നോർമലി ബ്രീത്ത് ചെയ്യുന്നു, കമ്പഷൻ നടത്തുന്നു, അത് പോകുന്നു, അങ്ങനെയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ആണ് മനസ്സിലാക്കേണ്ടത്. റാംജെറ്റ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് സ്പീഡിൽ കമ്പഷൻ നടത്തുന്നു, എന്നാൽ അത് പോകുന്നത് സൂപ്പർസോണിക് സ്പീഡിൽ കമ്പഷൻ നടത്തുന്നതിനെയാണ് സ്ക്രാംജെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ റാംജെറ്റ് എന്താണ്, ആക്ച്വലി സബ്സോണിക്കിലാണ് കമ്പഷൻ നടത്തുന്നത്. അതേ റാംജെറ്റിന് സൂപ്പർസോണിക് കമ്പഷൻ നടത്തിക്കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ബിക്കംസ് സ്ക്രാംജെറ്റ്. അതും എന്താണ്, എക്സ്പെരിമെൻ്റൽ സ്റ്റേജിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയത്. RLV-TDയും അതുപോലെ തന്നെ സ്ക്രാംജെറ്റും.